ബി റജി, കോൺഗ്രസ് പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിതെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. കാരണം നേരത്തെ തന്നെ ഈ ഹിന്ദു ടെറർ എന്ന വേർഡ് അനാവശ്യമായും അസ്ഥാനത്തും കോൺഗ്രസിൻ്റെ നേതാക്കൾ ഉപയോഗിക്കുന്നുവെന്ന വിമർശനം വിവിധ ഭാഗങ്ങളിൽ ശക്തമായിരുന്നു. അന്ന് കോൺഗ്രസിൻ്റെയും UPAയുടെയും ഭരണകാലത്ത് സാധ്വി പ്രഗ്യാ സിംഗ് താക്കൂർ ആണെങ്കിലും സ്വാമി അസീമാനന്ദ് ആണെങ്കിലും ഇത്തരം ആളുകളെ നിങ്ങൾ ജയിലിലേക്ക് പറഞ്ഞയച്ചുവെങ്കിൽ പിന്നീട് കോടതി ഇവർ നിരപരാധികളാണെന്ന് വരച്ചു കാട്ടുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ കൂടെയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായ ഒരു ആരോപണം, അതായത് 2008 രാജ്യം നടുങ്ങിയ മുംബൈ ഭീകരാക്രമണം എന്നത് പാക് ചാര സംഘടനയും കോൺഗ്രസും തമ്മിലുള്ള മാച്ച് ഫിക്സിംഗ് ആണ് എന്ന വിമർശനം ഈ ഘട്ടത്തിൽ ഉയരുകയാണ്. നോക്കൂ, ഇവിടെ ഇതിനെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതുമായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നത്തെ ഈ ചർച്ചയുമായിട്ട് എന്ത് ബന്ധം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് BJP ചാനലിൽ ഏത് വിഷയവും ചർച്ചയ്ക്കെടുക്കാം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ന് ഹിന്ദു വിശ്വാസികളെ അവരെ സംഭ്രമിപ്പിച്ചുകൊണ്ട് അമ്പരപ്പിച്ചുകൊണ്ട് അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള നടക്കുന്നു. ബദരിനാഥ്, കേദാർനാഥ് ക്ഷേത്രങ്ങളിൽ സംഭാവന കൊള്ള നടക്കുന്നു. രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മൗനം പാലിക്കുന്നു. അപ്പം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവരുടെ മൗനം എപ്പോഴാണ് അവർ മൗനം ഭഞ്ജിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ രാഷ്ട്രീയ കാലാവസ്ഥയെ വഴിതിരിച്ചു വിടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം മറ്റേതെങ്കിലും ഒരു വിഷയത്തെ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. വളരെ മുമ്പ് നടന്ന ഏതോ ഒരു സംഭവത്തെ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ട് അതും കേന്ദ്ര സർക്കാരിലെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ എന്തോ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ANI എന്ന ഒരു മാധ്യമത്തിൻ്റെ ഭാഗമായി അവരുടെ 431ാമത്തെ പോഡ്കാസ്റ്റ് സ്മിത പ്രകാശുമായിട്ട് നടത്തിയ ഒരു പോഡ്കാസ്റ്റിൽ പണ്ട് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു റിപ്പറ്റേഷൻ വരുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയമായ ഒരു ലാഭം കൊയ്യാൻ വേണ്ടി ഈ അയോധ്യ സംഭാവന കൊള്ളയെയും അതുപോലെ രാജ്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന മറ്റ് വിവിധങ്ങളായ പ്രശ്നങ്ങളെയും മറികടക്കുവാൻ വേണ്ടി സംഘപരിവാർ സംഘടനകൾ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ നാടകത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ചർച്ചകളും ഈ പോഡ്കാസ്റ്റുമൊക്കെ. നോക്കൂ, രാജ്യത്തെ 82% മാധ്യമങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാരുടെ പക്കലാണ്. അവർ പറയുന്നതാണ് വിഷയം. അവർക്ക് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അവർ ചർച്ചയ്ക്കെടുക്കുന്നത്. നോക്കൂ, ഡൽഹിയിൽ എത്ര ദിവസമായി പാറ്റ സംഘടനക്കാർ സമരം ചെയ്യുന്നു. ദേശീയ മാധ്യമങ്ങൾ അതുവല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? ഇതെങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കാത്ത വിഷയം? നമ്മുടെ രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനത്ത് 4-5 ദിവസം ഭീകരവാദികൾ അഴിഞ്ഞാടി എത്രയോ ആളുകളുടെ ജീവൻ പൊലിഞ്ഞൊരു വിഷയമാണ്. അതിന് റെലവൻസ് ഇല്ല എന്ന് എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ പറ്റും? അത് ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയായി അയോധ്യ നമ്മൾ ചർച്ച ചെയ്തല്ലോ. ഈ ജനൻ TV തന്നെ അയോധ്യയിലെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ബി റജി, നോക്കൂ, അതായത് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടവരാണ് ഈ അയോധ്യ സംഭാവന കൊള്ളയുടെ പിന്നിലുള്ളത്. രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് പാർലമെൻറ്റിൽ അത് സംബന്ധിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നിശ്ചയമായിട്ടും ഈ ഹിന്ദു വിശ്വാസികളെ വിഷമത്തിലാക്കുന്ന സങ്കടപ്പെടുത്തുന്ന ആ ഒരു സംഭവം നടക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും അതുപോലെ ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയും ഇന്ത്യയിലെ ജനങ്ങളോട് അത് സംബന്ധിച്ചിട്ടുള്ള വസ്തുതകൾ വെളിപ്പെടുത്തണ്ടേ? അത് സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? അവർ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ ജനങ്ങൾ അമ്പരന്നുകൊണ്ട് ഈ കാര്യം പല തലത്തിൽ ചർച്ച ചെയ്യുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ അപ്പാടെ ഈ വിഷയം കൂടുതലായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ആ കാര്യങ്ങളിൽ തുടർച്ചയായി വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്റെ ചോദ്യം, ഈ ഹിന്ദുത്വ ഭീകരത എന്നത് നിങ്ങൾ കെട്ടിച്ചമച്ചതാണോ എന്നതാണ്. കോൺഗ്രസ് കെട്ടിച്ചമച്ചതല്ലേ? അത് എല്ലാ കാലത്തും വസ്തുതാവിരുദ്ധമായിട്ട് ഇങ്ങനെയുള്ള ഒരു പരാമർശം നടത്തുകയാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരുവാൻ വേണ്ടി സമരം ചെയ്ത, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്റർനാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ബഹുസ്വരതയിൽ വിശ്വസിക്കുന്ന, അഹിംസയിൽ വിശ്വസിക്കുന്ന, സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കഥകൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യുവാനോ ഒരിക്കലും ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവും ശ്രമിച്ചിട്ടില്ല. രാഷ്ട്രീയ സത്യസന്ധത എക്കാലത്തും പാലിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അതിനെ ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിൽ ഒരു പരിചയമായി ഒരു വിഷയത്തിൽ നിന്ന് മാറുവാൻ വേണ്ടി വസ്തുതാവിരുദ്ധമായിട്ടുള്ള, വാസ്തവവിരുദ്ധമായിട്ടുള്ള, അപകീർത്തികരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ആ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇതൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു തെളിവുമില്ലാതെ മാധ്യമത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തോ പത്മശ്രീ ഈ വർഷം കിട്ടി. അതിൻ്റെ ഒരു നന്ദി സൂചകമായി ഈ സംഘപരിവാർ സംഘടനകളെ വെള്ളപൂശുന്നതിന് വേണ്ടി പഴയ ഒരു സംഭവത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഹിന്ദു അല്ലെങ്കിൽ വലതുപക്ഷ തീവ്രവാദ സംഭവവുമായി ബന്ധപ്പെട്ട് മാലഗോൺ സ്ഫോടനവും സംജോത എക്സ്പ്രസിന്റെ സ്ഫോടനവും അതുപോലെ മക്ക മസ്ജിദ് സ്ഫോടനത്തിലും ഒക്കെ പിടിക്കപ്പെട്ടവർ വലതുപക്ഷ തീവ്രവാദ സംഘടനയിൽപ്പെട്ടവരല്ലേ? പിടിക്കപ്പെട്ടവരൊക്കെ ഇപ്പൊ എവിടാ?
ആ പിടിക്കപ്പെട്ടവരൊക്കെ ഇപ്പൊ എവിടെയാണ്? വലതുപക്ഷ തീവ്രവാദ സംഘടനയിൽ പെട്ടവരെ അതിൽ കുറ്റം ചാർത്തിയിട്ടുണ്ടല്ലോ, അവരിപ്പോ അന്വേഷണ എവിടെയാണ്? ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ടല്ലോ. അവരിപ്പോൾ എവിടെയാണ്? അപ്പോ എന്റെ ആ ചോദ്യം, ഘട്ടത്തിൽ അവരിപ്പോൾ എവിടെയാണ്? നോക്കൂ, ആ ഘട്ടത്തിൽ അല്ല, അവരിപ്പോൾ എവിടെയാണ്? നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ ഘട്ടത്തിൽ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വ്യക്തമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത്. അതിനെ കോൺഗ്രസ് പാർട്ടി എന്നൊരു മഹാപ്രസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതിലെ രാഷ്ട്രീയ ആശ്ചര്യമാണ് അത്ഭുതകരമായിട്ട് തോന്നുന്നത്. മലയാളം ഒക്കെ പിടിക്കപ്പെട്ടവരൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. അവർക്ക് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാന്ന് രാജ്യത്തെ കോടതികൾ പലതവണ പറഞ്ഞു കഴിഞ്ഞു. അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാനത് പെടുത്തുകയാണ്. നോക്കൂ, ഇവിടെ കോൺഗ്രസ് എന്ന ഒരു മഹാപ്രസ്ഥാനത്തെ ഇതുമായിട്ട് ചേർത്ത് വെക്കുന്ന എന്താണ്? വാസ്തവവിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്തിനാണ് കോൺഗ്രസിനെ പഴിചാരുന്നത്? അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇവിടെ സാധിക്കാനുണ്ട്, ഇവിടെ BJPക്കും സംഘപരിവാറിനും. അതായത് ഇപ്പോൾ നടക്കുന്ന രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒളിച്ചോടണം, മുഖം രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുകയാണ്. പിന്നെ ബഹുമാനായ ശ്രീ പത്മനാഭൻ അദ്ദേഹം പറയുകയുണ്ടായി, ഇവിടെ UPA NDA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഒരു തരത്തിലുള്ള സ്ഫോടനങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങ് എന്താണ് അങ്ങ് 2019 പുൽവാമ സ്ഫോടനവും അതുപോലെ എത്രയോ സംഭവങ്ങളെ സംബന്ധിച്ചും അങ്ങ് ഈ ഒരു അജ്ഞത പാലിക്കുന്നത്? അങ്ങയുടെ ഉത്തരവാദിത്വമാണ് BJPക്ക് അനുകൂലമായി സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ അത് വസ്തുതകളെ വളച്ചൊടിക്കാനോ വസ്തുതകളെ വിലയിരുത്തുമ്പോൾ അതിനെ അപ്പാടെ തമസ്കരിക്കുവാനോ ഉള്ള വേദിയായി അങ്ങ് കാണരുത്. ഇവിടെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അപകീർത്തികരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തെറ്റായിട്ടോ വസ്തുതാവിരുദ്ധമായിട്ടോ ഉള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരില്ല എന്നുള്ളതാണ് എനിക്ക്